വളരെ എളുപ്പത്തിൽ പേടി കൂടാതെ ഭയം കൂടാതെ എന്ത് ചെയ്യാം നമുക്ക് ഏത് പ്രായക്കാർക്കും നിങ്ങളെ പ്രായം എന്ന് പറയുന്നവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഞങ്ങളെ പഠിപ്പിക്കാം. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ ചോദിക്കാറില്ല എത്ര വയസ്സാന്ന് ചോദിക്കാറില്ല, എത്ര നാളെ ലൈസൻസ് എന്ന് ചോദിക്കാറില്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന വണ്ടി ഏതാന്ന് ചോദിക്കാം. ഇത് 200 വണ്ടിയും ഒരേ ഷോറൂമിൽ നിന്ന് ഒരേ കമ്പനിയുടെ ഒരേ കാർ എടുത്തിട്ടല്ല ആരും എന്ത് ചെയ്യുന്നത്, ഇന്ന കാറെ തന്നെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ എന്ന് ആരും പറയത്തില്ല. ഓട്ടോമാറ്റിക് ആണെങ്കിലും ക്ലച്ചുള്ള വണ്ടി ആണെങ്കിലും എല്ലാം വണ്ടി തന്നെയാണ്. വണ്ടി ഓടിക്കാൻ എളുപ്പം, പഠിക്കാൻ എളുപ്പം ഓട്ടോമാറ്റിക് ആണെന്ന് പറയും. ഈ അപ്പച്ചന്റെ ഇരിക്കുന്ന വണ്ടി ഏതാ? മാനുവൽ വണ്ടിയാണ്, ഗിയർ പോലും വീഴാത്ത വണ്ടി. ആ വണ്ടി കൊണ്ട് അപ്പച്ചൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് പ്രായത്തിൽ ഇന്ന വണ്ടി വേണം ഇല്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള പേടികളും ഭയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ളത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതോ അല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയാണ്. ഭയം കൂടാതെ എങ്ങനെ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എന്തെല്ലാമാണ് നമ്മളൊരു വാഹനം കയറി ചെയ്യേണ്ടതിനെ പറ്റി ഞാൻ കാണിച്ചു തന്നു. അതിന്റെ തുടർക്കഥയായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതായത് ഒരു വണ്ടിയെ കയറി എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ വണ്ടി കണ്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഭയം കൂടാതെ ഒരു വാഹനം നിങ്ങൾ കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം 10 വർഷമായിട്ട് 15 വർഷം ലൈസൻസും കാര്യമായിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്ത പലരും നമ്മുടെ ചുറ്റിനുമുണ്ട്, നമുക്ക് അറിയാവുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ മാത്രം ഒന്ന് മറന്നു പോകാതെ നമ്മൾ ഒന്ന് ഷെയർ വെച്ചിട്ട് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് എങ്ങനെ ഒരു ഭയം കൂടാതെ ഒരു വാഹനം ഓടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭയവും പേടിയും ഉണ്ടാകാനുള്ള കാരണം എന്താ? അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. എന്തെല്ലാമാണ് നമ്മളിപ്പോ ഒരു കറി വെക്കണമെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെല്ലാമാണ് ചേർക്കേണ്ടതെന്നോ, എന്തെല്ലാം എപ്പോഴൊക്കെയാണ് ചേർക്കേണ്ടതെന്നോ ഇനി ചേർക്കാനുള്ളതെന്നോ കൃത്യമായിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കറി വെക്കാൻ പോലും പേടികൾ ഉണ്ടാകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 കൂട്ടം സാധനങ്ങൾ മതി. ഒരു സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഗിയർ. അപ്പൊ ഇതിലാണ് നമ്മൾ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലാതെ ഹാൻഡ് ബ്രേക്കിലല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ഇൻഡിക്കേറ്ററല്ല നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ഒരു സ്വിച്ചിലോ അല്ല, വേറെ ഒന്നും ഈ വണ്ടിയിലല്ല. ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇന്റർനാഷണൽ ആളായാലും എക്സ്പെർട്ട് ആയാലും ഏത് ആൾക്കാരായാലും ഇന്നലെ മുതൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരും ഇത്രയും സാധനം കൊണ്ട് മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിലൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിൽ കിടക്കുന്നതെന്നും എന്തെല്ലാമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കയ്യും കാലും കൊണ്ടാണ്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മുടെ കയ്യും കാലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിക്കേണ്ടത്. അപ്പം പലരും പറയും പ്രായമായതിന് ഒരു പ്രശ്നമാണെന്ന് പറയും. നമ്മുടെ ചുറ്റിനപ്പം അവരെ കാണിച്ചു കൊടുക്കണത് ആ 75 വയസ്സുള്ള അപ്പച്ചൻ വണ്ടി ഓടിക്കുന്നത്, ആ അപ്പച്ചൻ സീറ്റോട്ട് ഇരിക്കുമ്പോൾ എന്തായാലും ഒരു സ്വിച്ചെ പിടിച്ചിട്ടല്ല വണ്ടി നിൽക്കുന്നത്, ഒരു ലിവറെ പിടിച്ചിട്ടല്ല വണ്ടി തിരിയുന്നത്. അവരുടെ കയ്യും കാലും കൃത്യമായിട്ട് ചെല്ലേണ്ട സ്ഥാനത്തിൽ ചെന്നത് കൊണ്ടാണ് ആ വണ്ടി കൃത്യമായിട്ട് അതിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് അവർ നടക്കുന്നത്. അപ്പൊ നമ്മളോടും കൃത്യമായിട്ട് നിങ്ങൾ എന്നോട് ആ കൃത്യമായിട്ട് എപ്പോഴാ കറിക്ക് അത് ഉപ്പിടേണ്ടത്, എപ്പോഴാണ് ആ കറിക്ക് അത് പുളിയിടേണ്ടത് ഒന്ന് ക്രമമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ വെച്ചാലും എന്താകും, കറിയാകും. അപ്പൊ ആ ക്രമമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് എനിക്ക് ആ കറി വെക്കാൻ എന്ന് പേടി. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ക്രമമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്താൽ ഞാനും നിങ്ങൾ വണ്ടി ഓടിക്കുന്നവർ ഓടിക്കും. നിങ്ങൾ അങ്ങോട്ട് എടുത്തോ പിടിച്ചോ പോട്ടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, എപ്പോഴാണ് പുളി ഇടേണ്ടതെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പുളി ഇട്ടതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഉപ്പിടാൻ മാത്രം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ആ പുളി ഇട്ടതെന്നോ എന്ന് നമുക്കറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പേടികളുണ്ടാകും, ഭയം ഉണ്ടാകും. അപ്പൊ കൃത്യമായിട്ട് ഒരു സ്റ്റിയറിങ്ങും ഒരു ക്ലച്ചും ഒരു ബ്രേക്കും ഒരു ആക്സിലറേറ്ററും ഒരു ഗിയർ ആണെന്ന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എന്തിനൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. സ്റ്റിയറിംഗ് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഗിയർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ക്ലച്ച് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ബ്രേക്ക് എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ആക്സിലറേറ്ററിന്റെ ഗുണം എന്തൊക്കെയാണ്, അതിന്റെ കാര്യങ്ങൾ എന്തിനൊക്കെയാണ്, എല്ലാത്തിനും ആക്സിലറേറ്റർ ഉപയോഗിക്കണോ, അല്ല എന്തിനു മാത്രമാണ് ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നത്, ഗിയർ എന്തിനെല്ലാത്തിനും ഉപയോഗിക്കണോ, അല്ല എന്തിനാണ് ഗിയർ ഉപയോഗിക്കുന്നത്, ഇത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും,
ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അത് നമ്മുടെ കൈയും കാലും കൊണ്ടാണ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് ചെയ്യേണ്ടത് കൈ കൊണ്ടും, കാലുകൊണ്ട് ചെയ്യേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അത് കാലും കൊണ്ടും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വളരെ പേടി കൂടാതെ ഭയം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാൻ. നമുക്ക് സ്റ്റിയറിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പലരും പഠിച്ചു വണ്ടിയെ മൂവ് ആക്കാന്, തിരിക്കാന്, വളയ്ക്കാന്, എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എന്താ? കാരണം ഈ 99% ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? സ്റ്റിയറിംഗും ഗിയറും പഠിച്ച ഡ്രൈവറായെന്ന്. എന്നാൽ ഈ 5 സ്റ്റിയറിംഗും ഗിയറുമാണ് നമ്മളെ പഠിക്കേണ്ടത്. ഈ 5 വേറെ എന്തെങ്കിലുമാണ് പഠിക്കേണ്ടതെന്ന് ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ സ്റ്റിയറിംഗ് എന്തിനാ ഉപയോഗിക്കുന്നത്? അത് നമുക്ക് സ്റ്റിയറിംഗെ തൊടാതിരുന്ന ബന്ധമില്ല. സ്റ്റിയറിംഗെ തൊട്ടാലേ എന്തുണ്ടാകത്തുള്ളൂ? ബന്ധം ഉണ്ടാകത്തുള്ളൂ. ഞാനിപ്പോ ഈ സ്റ്റിയറിംഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വണ്ടി വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൊന്നും അല്ലാതെ വേറൊന്നും സംഭവിക്കുകയില്ല. നമുക്ക് വണ്ടി എടുക്കാൻ കഴിയത്തില്ല, സ്പീഡ് കൂട്ടാൻ കഴിയത്തില്ല, സ്ലോ ചെയ്യാൻ കഴിയത്തില്ല, നിർത്താൻ കഴിയത്തില്ല, ഗിയർ ഇടാൻ കഴിയത്തില്ല. പിന്നെ അതിൽ കൂടുതൽ ഡ്രൈവിംഗ് എന്താ? അപ്പൊ ഇതിന്റെ ഉപയോഗം എന്തിനു മാത്രമേ ഉള്ളൂ? തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഗിയർ എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഗിയർ പലരും പറയും അത് ഫസ്റ്റ് ഇടണം, അത് സ്പീഡ് കൂട്ടി 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 പോകണം, ഗിയർ മാറ്റി മാറ്റി കൊടുക്കണം, സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഗിയർ മാറ്റിക്കണം, അത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നിർത്താനും ഇതെല്ലാം എന്തിനും. കാരണം ഈ വീഡിയോ 90% ആൾക്കാർ വണ്ടി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് കയറി മുറുകെ പിടിക്കുന്നവരാണ്. അതേപോലെ തന്നെ വണ്ടി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും? ഗിയറിലേക്ക് കയറി മുറുകെ പിടിക്കുന്നവരാണ്. കാരണം ഇവര് പഠിച്ചു വെച്ചിരിക്കുന്ന കാരണത്തിൽ എന്തിനും ആശ്രയിക്കുന്ന ആരെയൊക്കെയാ? ഈ സ്റ്റിയറിംഗിനെയും ഗിയറിയാണ്. നിങ്ങളിപ്പോ ചിരിക്കൊന്നും വേണ്ട, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും, നിങ്ങൾ മാത്രമല്ല 90% ആൾക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അവരെ ആശ്രയിക്കുന്ന മൊത്തം അവരെയാണ്. കാരണം പഠിച്ചേക്കുന്ന മൊത്തം അതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അതേലോട്ട് എല്ലാത്തിനും കയറി എന്ത് ചെയ്യും? അതേലോട്ട് കയറിപ്പോ അവരുടെ കൈ സ്വാഭാവികമാണ്, അറിയാതെ എന്ത് ചെയ്യും? അങ്ങോട്ടങ്ങ് പോകും. അപ്പൊ ഗിയർ എന്തിനൊക്കെയാണ്? അതുപോലെ തന്നെ ആക്സിലേറ്റർ എന്തിനു മാത്രമേ ഉള്ളൂ? നമ്മൾ ആക്സിലേറ്ററെ കാലില്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധമില്ല. ഞാൻ പിന്നെ അത് വെറുതെ ചോദിക്കും. ഞാൻ ഇപ്പൊ നമ്മള് സ്പർശനം ഉണ്ടായി മാത്രമേ എന്തുള്ളൂ? ബന്ധമുള്ളൂ. സ്പർശനമില്ലെങ്കിലോ ബന്ധമില്ല. അപ്പൊ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തുള്ളൂ? ആക്സിലേറ്റർ തൊട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടത്ത് മാത്രമേ ഉള്ളൂ. പലരോടും ചോദിക്കുമ്പോഴും പറയാം എന്ത് ചെയ്യും? ഞാൻ പലരോടും ചെല്ലുമ്പോഴേ, ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ ചോദിക്കും എന്തിനാണ് ഇന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ പലരും പറയും അത് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാന്, പിന്നെ കൺട്രോൾ ചെയ്യാനെന്നൊക്കെ. നമുക്ക് കൺട്രോൾ ചെയ്യാനാണോ ആക്സിലേറ്റർ? നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രം. കാരണം കാലെടുത്താൽ അതുമായിട്ട് ബന്ധമില്ല, സ്പീഡ് കുറയത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ക്ലച്ചും ബ്രേക്കും ഒക്കെ എന്തിനാണെന്ന് നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കമന്റ് രേഖപ്പെടുത്തുക. ക്ലച്ച് ഇന്നതിനൊക്കെ ഉണ്ട്, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ ബ്രേക്ക് ഇന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി ഇന്നതിലൊക്കെയാണ്. പേടിയും ഭയം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പൊ ക്രമമായിട്ട് ഇന്നതിലാണ്. ഇപ്പൊ വണ്ടി തിരിക്കണം, സ്റ്റിയറിംഗിലാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാലെ കൊണ്ട് നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും എന്തിലൊക്കെയാണ്, ബ്രേക്കിൽ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, ക്ലച്ചിൽ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നും, സ്റ്റിയറിംഗിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും, ഉപയോഗങ്ങൾ അതിനെ കൊണ്ട് ഗുണം എന്താണെന്നും കൃത്യമായിട്ട് ഈ 5 കൊണ്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. എന്തെല്ലാം അതിലടങ്ങിയിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പേടി കൂടാതെ ഭയം കൂടാതെ എന്ത് ചെയ്യാം, നമുക്ക് ഏത് പ്രായക്കാർക്കും. നിങ്ങളെ പ്രായം എന്ന് പറയുന്നവർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ ചോദിക്കാറില്ല എത്ര വയസ്സാണെന്ന് ചോദിക്കാറില്ല, എത്ര നാളായി ലൈസൻസ് എന്ന് ചോദിക്കാറില്ല, നിങ്ങളുടെ കയ്യിരിക്കുന്ന വണ്ടി ഏതാണെന്നും ചോദിക്കാം. ഇത് കൃത്യമായിട്ടൊന്നും അറിയാത്തോണ്ടാണ് അതിനൊക്കെ ചോദിക്കാനുള്ള കാരണം. കാരണം നമുക്ക് ഒരു എത്ര നാളായി ലൈസൻസ് എടുത്തോട്ട്. കാരണം ഇത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം 10 വർഷമായിട്ട് ലൈസൻസ് എടുത്തു, ഇന്നലെ ലൈസൻസ് എടുത്തു, രണ്ടുപേരും ടൈം സെറ്റ് കയറത്തില്ല, സെയിമല്ലേ? പിന്നെ അവിടെ ലൈസൻസ് എത്ര വർഷമാണെന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ല. എന്ന് പറഞ്ഞതുപോലെ എത്ര വയസ്സാന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അവരെ കാണിക്കുന്നത് 75 വയസ്സുള്ള അപ്പച്ചന് പ്രായം ഇല്ലെന്ന് ചോദിക്കും വണ്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ. അപ്പൊ അപ്പച്ചൻ വണ്ടി ഓടിക്കും, എന്തായാലും നമുക്ക് എഴുതുന്നില്ലല്ലോ. അപ്പൊ നമ്മള് പ്രായം ചോദിക്കേണ്ട കാര്യം ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഏതാ കൈ ഇരിക്കുന്ന വണ്ടി എന്ന് ചോദിക്കും. ഈ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടാലും ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ വാർഡിൽ എന്തായാലും 10-200 വണ്ടികളുണ്ട്. ആ 200 വണ്ടി ഒരേ ഷോറൂമിൽ നിന്ന് ഒരേ കമ്പനിയുടെ ഒരേ കാർ എടുത്തിട്ടല്ല ആരും എന്ത് ചെയ്യുന്നത്. ഇന്നൊന്നും ആരും പറയത്തില്ല. ഒരേ മാരുതി മാത്രമാണ് 99% ആൾക്കാർ മാരുതി മാത്രം പഠിച്ചെന്ന് പറയത്തില്ല. ഓരോരോ അവരുടെ കയ്യിരിക്കുന്ന വണ്ടിയിൽ ഓരോ കമ്പനിയുടെ വണ്ടികളാണ് ഓരോരോ ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പൊ ഇന്ന വണ്ടിയൊന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി ഏതുമാകട്ടെ. പിന്നെ പലരും പറയും ഓട്ടോമാറ്റിക് വണ്ടിയാണ് എളുപ്പമാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിലും ക്ലച്ചുള്ള വണ്ടി ആണെങ്കിലും എല്ലാം വണ്ടി തന്നെയാണ്. വണ്ടി ഓടിക്കാൻ എളുപ്പം, പഠിക്കാൻ എളുപ്പം ഓട്ടോമാറ്റിക് ആണെന്ന് പറയും. ഈ അപ്പച്ചന്റെ ഇരിക്കുന്ന വണ്ടി ഏതാ? മാനുവൽ വണ്ടിയാണ്, ഗിയർ പോലും വീഴാത്ത വണ്ടി. ആ വണ്ടി കൊണ്ട് അപ്പച്ചൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് പ്രായത്തിൽ ഇന്ന വണ്ടി ഇത് വേണം ഇല്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് അങ്ങനെയുള്ള പേടികളും ഭയങ്ങളും ഒക്കെ
ഉണ്ടാകാനുള്ള. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ ആരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതോ അല്ല. അപ്പൊ ഈ വ്യക്തതയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകത്തോണ്ട് നിന്ന് പേടികൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഭയം മാറാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ആര് ചെയ്താലും എന്ത് ചെയ്യാം, വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് തുടക്കക്കാരാണ്, നിങ്ങൾക്ക് എന്ത് സമയം നാണോന്നും വിചാരിക്കേണ്ട, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തുക. ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും ഈ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.